വളരെ കെയറിങ്ങും ചില്ലുമൊക്കെയായ അഖിലിനെ ഒരു പാർട്ടിയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ സലോമിക്ക് ഇഷ്ടമാവുകയും അവർ തമ്മിൽ കല്യാണം കഴിക്കുകയും ചെയ്തു. രസകരമായ ഹണിമൂണൊക്കെ കഴിഞ്ഞ് തിരികെ തന്റെ ജോലിക്ക് കയറിയ സലോമിയെ സർപ്രൈസുകൾ ഹരമായ അഖിൽ അവിടെ സർപ്രൈസുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ അവൾക്ക് അത് വളരെ ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പോകെ പോകെ ഈ കോപ്പ് വേണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നുന്നു. അങ്ങനെയിരിക്കെ അവളോട് അപമര്യാദയെ പെരുമാറിയ ഒരു കസ്റ്റമറിനെ അഖിലെടുത്ത് ചാമ്പുകയും അന്റെ സേവനങ്ങൾക്കൊക്കെ പെരുത്ത് നന്ദി നീ ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് അവൾ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. അഖിലിന്റെ ഇത്രത്തോളമുള്ള കെയറിംഗ് സ്നേഹവും തനിക്ക് താങ്ങാനാവില്ലെന്ന് മനസ്സിലായി അവൾ അവനുമായി ഡിവോഴ്സ് ആവുന്നു. പിന്നീട് അവൾ മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് കയറുകയും ആ ഹോട്ടലുടമയായ ഗുൽബീറുമായി അടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സൊനാലിയെ മറക്കാനായി മറ്റു പെണ്ണുങ്ങളുമായി അഖിൽ സംസാരിക്കുകയും പബ്ബിൽ പോവുകയും ഒക്കെ ചെയ്യുന്നു. ഓരോ ദിവസവും ഓരോ പെണ്ണുങ്ങളായിട്ടുള്ള അഖിലിന്റെ ഫോട്ടോ കാണുന്ന സൊനാലി അവനോടുള്ള ദേഷ്യത്തിൽ ഗുൽബീറിനോട് കുറച്ചേറെ സ്നേഹം കാണിക്കുന്നുണ്ട്. സ്നേഹപ്രകടനങ്ങൾക്ക് ശേഷം വീട്ടിൽ വന്ന സൊനാലിയെ കാത്ത വീണ്ടും സർപ്രൈസ് ആയി അഖിൽ വരുന്നു. ഡിവോഴ്സ് ആയെങ്കിലും അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനുള്ള കേക്കുമായിട്ടാണ് അഖിൽ വരുന്നത്. അവിടെ വെച്ച് നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ലെന്നും ചുമ്മാ മൂവോണായെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് ഒക്കെ ഇട്ടതെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ അവളുടെ പേര് ടാറ്റു ചെയ്തതോടെ കാണിക്കുന്നതോടെ അവൾ ഫ്ലാറ്റ് ആവുന്നു. അതോടെ അവർ വീണ്ടും ഒന്നാവുന്നു. എന്നാൽ പിന്നീട് അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നുണ്ട്. ഇത് ഗുൽബീറിന്റെ ആണോ അതോ അഖിലിന്റെ ആണോ എന്ന് അവൾക്ക് സംശയമാവുന്നു. അങ്ങനെ രണ്ടുപേരെയും കൂട്ടി ടെസ്റ്റ് നടത്താനിരിക്കുമ്പോഴാണ് അവൾക്ക് ട്വിൻസ് ആണെന്ന് അറിയുന്നത്. അതിൽ തന്നെ ഒരാൾ ഗുൽബീറിന്റെയും ഒരാൾ അഖിലിന്റെയുമാണ്. ആദ്യമേ ആ മെഡിക്കൽ മിറാക്കിൾ അവർക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിലും പിന്നീട് അവൾ ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. രണ്ടുപേരും ആ കുഞ്ഞുങ്ങളുടെ അച്ഛനായി മാറുകയും പിന്നീട് സലോമി അഖിലിനെ വീണ്ടും കല്യാണം കഴിക്കുകയും ചെയ്തു. ഒറ്റയ്ക്കായ ഗുൽബീർ ആവട്ടെ തന്റെ എക്സുമായി വീണ്ടും സെറ്റ് ആവുകയും അവർ എല്ലാവരും ഹാപ്പിയായി ജീവിക്കുകയും ചെയ്തു.